അപ്പോൾ ഇന്ന് നമ്മൾ വേണ്ട ഈ ഒരു ബോർഡ്, അതായത് TDA 2030 വരുന്ന ഡുവലൈസ് വരുന്ന ബ്രിഡ്ജ് കണക്ഷനാണ്. ഇത് 40 വാട്ട്സ് ഔട്ട് തന്നിരുന്നതാണ്. ഒരു ICയിൽ 20 വാട്ട്സ് ഔട്ട് വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് ഇട്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഐ ലിങ്കിൽ ഇട്ടേക്കാം. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കണ്ടതിന് ശേഷം വന്നിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ ആംപ്ലിഫയർ, അതായത് നമുക്കിപ്പോൾ സബ് ഔട്ടിന് വേണ്ടിയിട്ട് അതിലൊരു 20 വോൾട്ട് സബ് ഔട്ട് മാത്രമേ അതിൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ മറ്റേ വീഡിയോ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതൊരു 5.1 നമ്മൾ ആംപ്ലിഫയർ ആക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം അതിലൊരു 20 വോൾട്ട് ഔട്ട്, അതായത് കമ്പനി അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു 20 വോൾട്ട് ഔട്ടാണ് വരുന്നത് സബിന് വേണ്ടിയിട്ട്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞിനൊരു സബ് ഊഫറാണ്. ഒരു 4.5 5 ഇഞ്ചോ 4.5 ഇഞ്ചോ എന്തോ ഒരു വരുന്ന ഒരു 4 ohms 50 വാട്ട്സ് വരുന്ന ഒരു കുഞ്ഞ് സബ് ഊഫറായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടല്ല, നമ്മളിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ സബ്ബാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയൊരു പവർ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള അക്സസറീസും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല, അതിനുള്ള സ്പെയർ പാർട്സും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം എൻ്റെ ഇരിക്കുന്ന ഒരു ചെറിയൊരു സംഭവം വെച്ചിട്ട്, വീട്ടിൽ വെറുതെ ഇരുന്നൊക്കെ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ സംഭവം വെച്ചിട്ട് ഇതൊരു 2030 വരുന്ന നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള കണക്ഷനാണ്, അതായത് രണ്ടും കൂടെ ഒന്നിച്ച് ഒറ്റൊരു ഔട്ട് വരുന്ന ഒരു കണക്ഷനാണ്. മോണോ സ്റ്റീരിയോ ആയിട്ട് 2 ബോർഡ് വെച്ചാലേ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ തകരപ്പറമ്പിൽ വൃന്ദയുടെ ബോർഡാണ്. ഓക്കെ, ഇപ്പോൾ അവിടെ അവൈലബിൾ അല്ല, ഇത് മേടിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ ഈ 2 ICയും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ശരിയാക്കി എടുത്ത് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് ശരിയാക്കുന്ന ഈ 2 IC നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോയും ഈ 2 IC നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ വീഡിയോയുമാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും. ഇതിൽ വലുതായിട്ട് അങ്ങനെ എന്താ പറയാനായിട്ടൊന്നുമില്ല. ഇതിൻ്റെ അത് ബാക്കിയുള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എന്താ പറയുക, അന്നത്തെ ആ ഒരു ടൈമിൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരുന്നൊരു ബോർഡ് തന്നെയാണ്. ഞാൻ ഇത് സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ ഒരു ബോർഡും കൂടെ ഉണ്ടായിരുന്നു, അത് കാണാനില്ല. ഇത് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു സബ് ചെയ്യാൻ, ഒരു 8 ഇഞ്ചിന് സബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ബോർഡ് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട്, അതായത് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം, അതൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസിലോട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കംപ്ലൈൻ്റ് എന്നും എല്ലാം. ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും. ഇത് 2 ICയും പോയതാണ്. അന്ന് 2 ICയും പോയിട്ട് അന്ന് മാറ്റാതെ അതിൻ്റെ ഹീറ്റ് സിങ്കിൻ്റെ മറ്റു ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിരുന്ന ഒരു സാധനമാണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഈ IC ഒന്ന് ചെക്ക് ചെയ്യണം. 2 IC ഒന്ന് ചെക്ക് ചെയ്യണം. 2030 വരുന്ന IC ആണ്. ഈ IC ക്ലിയർ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു പൊട്ടലുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. സോ ഇത് നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് ഇപ്പുറത്ത് വന്നിരിക്കുന്ന ICയും പൊട്ടിയിട്ടൊന്നുമില്ല, TDA 2030A. എന്തായിരുന്നാലും നമുക്കിതിൻ്റെ സ്പെയർ ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞില്ലായിരുന്നു, ഇതിൻ്റെ സ്പെയർ നമ്മൾ എടുത്തത് ഇതാണ് 2030യുടെ 2 IC ആണ്. ഇത് കുറേ കാലമായി ഇത് മേടിച്ച് വെച്ചിട്ട്, ഇതൊരു 3 എണ്ണമായിട്ട് മേടിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ ചെയ്ത ആ ഒരു ഹോം തിയേറ്ററിന് വേണ്ടിയിട്ട് ഒരു 3 എണ്ണമായിട്ട് ഒന്നിച്ച് മേടിച്ചതാണ്. അന്ന് കുറച്ച് കാലമായി. ഇതിന് അന്നത്തെ റേറ്റ് ഒരു 21 രൂപയോ 18 രൂപയോ അതിൻ്റെ അകത്താണ്, 18 21ൻ്റെ അകത്താണ് അന്ന് ഞാൻ ഈ ഒരു 3 IC മേടിച്ചത്. ഇതിൻ്റെ കൂടെ വേറെ സാധനങ്ങൾ മേടിച്ചിരുന്നു. അപ്പോൾ റേറ്റ് കറക്റ്റായിട്ട് അറിയത്തില്ല. ഒരു 18 രൂപയ്ക്ക് 21 രൂപയ്ക്ക് ഇടയിലാണ്. അപ്പം നമുക്ക് എന്താ പറയുക, വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ രീതിക്കുള്ള ആംപ്ലിഫയറിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു IC ചെയ്തിട്ടുള്ള രീതിക്കുള്ള ഒരു ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ICക്കൊന്നും വലിയ എക്സ്പെൻസ് വരത്തില്ല. പിന്നെ ട്രാൻസിസ്റ്റർ ടൈപ്പൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, ട്രാൻസിസ്റ്റർ ടൈപ്പ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഇതാണ് 2030 IC വരുന്നത്. 2030 IC ഇതാണ്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് ഇത് റീപ്ലേസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IC ചെക്ക് ചെയ്യുന്നതും, ഈ IC ചെക്ക് ചെയ്തിട്ട് കംപ്ലൈൻ്റ് ആയ IC 2 എണ്ണം, അതായത് 2 IC ഇപ്പോൾ ഉണ്ട്, ഓൾറെഡി 2 IC ഉണ്ട്. അത് കംപ്ലൈൻ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും അത് ചെക്ക് ചെയ്യുന്ന രീതിയും അതിന് ശേഷം ഇതിൻ്റെ റീപ്ലേസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള. അപ്പം ചെറിയ ഇതുപോലെ ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവർക്ക് ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ വെച്ചിട്ട്, ഇങ്ങനെ ഒരു ഡിജിറ്റൽ മീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇത് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനും അത് റീപ്ലേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആണിത്.
അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോ, ബെൽ ബട്ടണൊക്കെ അമർത്തിക്കോ. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നേരത്തെ എത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോഡിയിൽ നിന്ന് ഈ 2 IC നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഡാമേജും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഈ ബോർഡൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തൊക്കെ എടുക്കണം, ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം. അതിന് നമ്മളിപ്പം ഏറ്റവും നല്ലൊരു IP ഉണ്ടെങ്കിൽ, ഐസോബോബിക് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇല്ല എന്നുണ്ടെങ്കിൽ പെട്രോൾ ഉപയോഗിക്കുക. മണ്ണെണ്ണ ഉപയോഗിക്കാം, പക്ഷെ മണ്ണെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള നമ്മുടെ ഈ മെറ്റലായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിൽ ഇരുമ്പായിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തുരുമ്പെടുക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് എന്താ പറയുക, വേറെ അക്സസറീസും കാര്യങ്ങളൊന്നും മേടിക്കാൻ പോകാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പം ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്, വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ 2 IC നമുക്കിപ്പോൾ റിമൂവ് ചെയ്യാം. 2 IC റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിന്റും കൂടെ ഒക്കെ ഇതിൻ്റെ കൂടെ വരും. എന്നാലും കുഴപ്പമില്ല, ഇത് വർക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബോർഡാണ് കേസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നല്ലൊരു ബോർഡായതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ സബ് ഔട്ടൊക്കെ നമുക്കിപ്പോൾ വീട്ടിലത്തേക്ക് നല്ല രീതിയിൽ ഒരു കുലുങ്ങുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 100 വാട്ട്സിൻ്റെ ഒരു സ്റ്റീരിയോ ചാനലും, പിന്നെ ഒരു സബ് ഔട്ടിന് വേണ്ടിയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 150 വാട്ട്സ് അല്ലെങ്കിൽ ഒരു 200 വാട്ട്സിന്റെ സബ് ഒറ്റൊരു മോണോ ചാനലുമായിട്ടുള്ള ഒരു ആംപ്ലിഫയർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒറ്റൊരു 12 ഇഞ്ചിന്റെ സബ്ബൊക്കെ വെക്കുന്നതിനെക്കാട്ടിയും ഒരു 8 ഇഞ്ചിന്റെ 2 ഊഫർ വരുന്ന ഒരു പെട്ടിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനത്തതൊക്കെ ആകുമ്പോൾ കാണാനും ഒരു ഗെറ്റപ്പ് ആയിരിക്കും. നമുക്ക് എന്താ പറയുക, ചെറിയൊരു പോർഷനിൽ ഒതുങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും. ഒരു 2 സബ് വരുന്ന ഒറ്റൊരു പെട്ടി ചെയ്യുമ്പോഴത്തേക്ക് അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഡീപ്പായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും സബിന് വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും സ്റ്റീരിയോ, അതായത് ഇപ്പോൾ നമ്മൾ 2.1 ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം 2 സംഭവവും ബുക്ക് ഷെൽഫ് ബോക്സുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 3-way സ്പീക്കർ, ഒരു ട്യൂട്ടർ, ഒരു മിഡ് റേഞ്ച്, ഒരു ഊഫറായിട്ടുള്ള ഒരു രീതിക്ക് ഒരു 3-way സ്പീക്കർ ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെയൊക്കെ. 2 3-way സ്പീക്കർ, 2 ചാനലിന് വേണ്ടി 2 3-way സ്പീക്കർ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ ഇരിക്കുന്ന സംഭവങ്ങളുടെ, അതായത് എൻ്റെ ഇപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന 2 പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ ഫാദറും കൂടെ ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ കൈ കൊണ്ട് നമ്മൾ എന്താ പറയുക, വേറെ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കൈ കൊണ്ട്, അതായത് ട്രില്ലർ, കട്ടർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ മാനുവലി ചെയ്തെടുത്ത ഒരു 2 ബോക്സും 6 ഇഞ്ചിന്റെ ഒരു ഊഫർ വരുന്നതും പിന്നെ ഒരു ട്യൂട്ടറും വരുന്ന അങ്ങനെ 2 ബോക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇതിൽ ചെയ്യുന്നതായിരിക്കും. സബായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സംഭവവും എല്ലാം നമ്മളൊരു വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇതിൽ IC 2 റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ഇതിലുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ റിപ്പയർ ചെയ്ത് നമുക്ക് ഈ ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയിലോട്ടൊക്കെ മാറാം. അപ്പോൾ ഇതിലിപ്പം എൻ്റെ കയ്യിൽ വലിയ കൂടിയായണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം കമന്റ് സെക്ഷനിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഒരു സോൾട്ട് റോണ്ട് അയണം, അങ്ങനെ പല പല രീതിക്കുള്ള അയണുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു വരും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വരുത്തിച്ചൊരു അയണാണ്. ഈ അയണ് പിന്നെ എന്താ പറയുക, ഈ ഒരു മീറ്ററും പിന്നെ ഒരു ചെറിയൊരു പേസ്റ്റും പിന്നെ ഒരു കട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കോംബോ ആയിട്ട് വരുത്തിച്ചാണ്. ഒരു 250 അറൗണ്ട് 250 ആ റേഞ്ചിലൊക്കെ ഞാൻ വരുത്തിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ IC ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിലിപ്പോൾ എന്തായിരുന്നാലും ഈ IC റിമൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC ഇങ്ങനെ സോൾഡറിങ് അയണമെന്ന് വെച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം കംപ്ലൈൻ്റ് ആണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. സോ ഇതിനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചങ്ങ് മാറ്റുക. കാരണം നമുക്കിപ്പം എന്താ പറയുക, ടൈമും കൂടെ കുറച്ച് നമുക്ക് എടുക്കാൻ കണക്കിന് നമുക്കിപ്പോൾ എന്താ പറയുക, ഇതിൽ നമ്മൾ ഈ സോൾഡറിങ് ഇതൊക്കെ ചെയ്ത് ഡീസോൾഡറിങ് ഒക്കെ ചെയ്ത് നമ്മളിപ്പോൾ IC ഇളക്കി എടുക്കുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് ടൈം അതിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ICനെ അങ്ങോട്ട് കംപ്ലൈൻ്റ് ആണ് എന്ന് ഉറപ്പാണിത്. ഇപ്പം നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കണം, അല്ലാതെ തന്നെ ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംപ്ലൈൻ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് എടുക്കാവൂ. ഈ ബോർഡ് ഞാൻ അന്ന് മാറ്റി വെച്ചത് ഈ IC കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് അന്ന് ഇത് മേടിക്കാൻ പോകാനെന്നുള്ള ആ ഒരു സമയമായിരുന്നാലും അതൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ അന്നിത് ചെയ്തില്ല. ഇപ്പം എനിക്ക് വീട്ടിലായതുകൊണ്ട് എനിക്ക് ധാരാളം ടൈം എനിക്ക് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വെറുതെ ഇരുന്നപ്പം
ചെയ്യുന്നതാണ്. ഈ ബോർഡിന് ഇപ്പോൾ എന്തായിരുന്നാലും റിപ്പയർ ചെയ്തെടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ആംപ്ലിഫയറിന് ഞാൻ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ആംപ്ലിഫയറിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ആ ഐസി ഞാൻ ഇപ്പോൾ 2 ഐസി ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ചെക്ക് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ എനിക്ക് എന്തായിരുന്നാലും കൺഫേം ആണ്, ഇത് കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് കൺഫേം ആണ്. സോ നമുക്കിനി ഈ ഐസിയിലെ ലെഗുകളും കാര്യങ്ങളൊക്കെ ഈ ബോഡി നമുക്ക് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സോൾഡറിങ് ആയിട്ട് വെക്കുമ്പോൾ തന്നെ ഇത് പുറത്തോട്ട് ചാടിപ്പോരും. പിന്നെ മാക്സിമം നമ്മൾ സോൾഡറിങ് ഫ്ലക്സ് യൂസ് ചെയ്യുക. എൻ്റെ സോൾഡറിങ് പേസ്റ്റ് ആണുള്ളത്, എൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എനിക്കിത് മാത്രമാണ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ സോൾഡറിങ് യൂസ് ചെയ്യാൻ സോൾഡറിങ് ചെയ്യണം. SMD വർക്ക് സ്റ്റേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ്, അതായത് അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളത് ആണെങ്കിലും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ ഭയങ്കര എന്താ പറയുക എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊന്നും പറയുന്നതല്ല, അറിഞ്ഞൂടാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി. ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, തട്ടുക. സോൾഡറിങ് ഇതേപോലെ ലെഗും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇളകി പോരും. അപ്പം ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് ഹീറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇതിൽ ഫ്ലക്സ് ആഡ് ചെയ്തിട്ടുണ്ട്, സോൾഡറിങ് ലെഡ് ആഡ് ചെയ്തിട്ടുണ്ട്, പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ആഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കളയുക. ഇത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോൾഡറിങ് ആണ്, നമ്മൾ സോൾഡറിങ് ലെഡ് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് തട്ടിയാൽ മതി, അപ്പോഴത്തേക്ക് പൊക്കോളും. പിന്നെ വലിയ വലിയ ബോർഡുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈമുകളിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത് റീസോൾഡറിങ് ചെയ്യുന്ന ഒരു പമ്പ് വിപണിയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഒന്നെങ്കിൽ അത് മേടിക്കാം, ഏതൊരു കപ്പാസിറ്റർ പൂഞ്ഞ് വന്നിട്ടുണ്ട്, അത് നമുക്ക് ഒട്ടിക്കാം. വലിയ വലിയ ബോർഡുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊന്നും എടുത്ത് ചുമ്മാ ബോർഡ് ഡാമേജ് ആക്കാതെ നിങ്ങൾ മാക്സിമം പമ്പും, നമ്മൾ റീസോൾഡറിങ് പമ്പുണ്ട്, റീസോൾഡറിങ് പമ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊക്കെ വെച്ച് നിങ്ങൾ മാക്സിമം അങ്ങനെയൊക്കെ വേണം റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ചെറിയൊരു ബോർഡാണ്, നമുക്ക് കൈരകത്ത് നിൽക്കുന്നൊരു ബോർഡാണ്. സോ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, റിപ്പയറബിൾ ആണ്, വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് നമുക്കിതിൽ ചെറിയ ഈ ഒരു രീതിയിലൊക്കെ ചെയ്താൽ മതി. പിന്നെ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യും. നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് എന്താ പറയുക, ഈ സംഭവങ്ങൾ ഈ ഇങ്ങനെ പേസ്റ്റ് പിടിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾ വേറെ അരോചകമൊന്നും വിചാരിക്കേണ്ട. നമുക്ക് ഇതൊക്കെ നമുക്ക് സെറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സൗണ്ട് ഡിസ്റ്റർബൻസോ എന്തെങ്കിലും പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നമുക്ക് അതൊക്കെ അടുത്തതിൽ സോൾവ് ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്ത് എനിക്ക് വലിയ പരിചയമില്ല. ഇപ്പോൾ എന്താ പറയുക, ഫ്രീ ടൈംസ് കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതുകൊണ്ടും അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ എന്താ പറയുക, 2030 IC രണ്ടെണ്ണം ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ എങ്ങനത്തെ കണക്ഷൻസ് ആണ് വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യും. അല്ല, ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ഈ IC എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത 2 IC നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഈ IC ചെക്ക് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളതിലിപ്പോൾ പുതിയ IC നമ്മളതിലിപ്പോൾ ഉണ്ട്, പഴയ IC നമ്മളതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതും തമ്മിൽ എന്താണ് കോംപ്രമൈസ് ആയിട്ടുള്ളതെന്നുള്ളത്, ഇപ്പോൾ എന്താണ് ഷോർട്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പുതിയ ICയും പഴയ ICയും കയ്യിലുണ്ട്. അതിലെന്താണ് വ്യത്യാസമുള്ളത് നമുക്ക് അത് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് അല്ലാത്ത പക്ഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഏതൊരു IC ആയിരുന്നാലും ഏതൊരു ട്രാൻസിസ്റ്റർ ആയിരുന്നാലും ചെക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നിന്ന് അതിൻ്റെ ഒരു ഡയഗ്രം എടുക്കുക. ഇപ്പോൾ 2030 ICയുടെ ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. 2030 IC വരുന്നത്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് വോൾട്ട് 5ാമത്തെ ലെഗ് എന്ന് പറഞ്ഞാൽ, അതായത് 5ാമത്തെ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ലെഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് വോൾട്ടാണ്. അതിൻ്റെ നടുക്ക് വരുന്നത് ഔട്ട്പുട്ടാണ്. അതായത് നമ്മൾ സബ് സ്പീക്കറിലോട്ട്, നമ്മളെ സ്പീക്കർ ഏതാണ് വരുന്നത് അതിലോട്ട് വരുന്ന ഔട്ട്പുട്ടാണ് 4ാമത്തെ ലെഗ് വരുന്നത്. പിന്നെ 3ാമത്തെ ലെഗ് വരുന്നത് നെഗറ്റീവാണ്.
രണ്ടാമത്തെ ലെഗ് വരുന്നത് ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്, അതായത് നമ്മുടെ സിഗ്നൽ ഇൻപുട്ടാണ്. അതിനുശേഷം വരുന്ന നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്. അത് മിക്കവാറും സിഗ്നലിന്റെ ഗ്രൗണ്ട് വലുതുമായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പിറകിലായിരിക്കും ഗ്രൗണ്ട്. എന്തായിരുന്നാലും നമുക്ക് ഇതിൽ ഷോർട്ട് ആവാതിരിക്കേണ്ടത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഷോർട്ട് ആവാതിരിക്കണം. ഔട്ട്പുട്ട് ചെക്ക് ചെയ്യണം, ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഞാനും ലേണിംഗ് ആണ്, സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയായിരിക്കും ചെക്ക് ചെയ്ത് നോക്കേണ്ടതും രീതികളും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഷോർട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ബീപ്പ് മോഡിലിട്ട് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഷോർട്ട് ആണെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഇപ്പം നമുക്ക് എന്താ പറയുക, അങ്ങനെ ചെക്ക് ചെയ്യേണ്ട രീതി നമുക്ക് കണ്ടുപിടിക്കാൻ ഇങ്ങനെ എൻ്റേതായിട്ടുള്ള രീതിയിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പുതിയ ഐസി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പുതിയ ഐസിയും പഴയ ഐസിയും തമ്മിലുള്ള കമ്പാരിസൺ നോക്കിയിട്ട് ഞാൻ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. ഇതിലിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ ഞാനും ലേണിംഗ് ആണ്, അതിൻ്റെ കൂടെ കാണുന്ന നിങ്ങളും ചെറിയ ചെറിയ രീതിക്കൊക്കെ വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ള നിങ്ങളും ഇതുവഴി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അതിൻ്റെ ആ ഒരു സംഭവത്തിലോട്ട് പോകാം. ഇപ്പം എന്തായിരുന്നാലും ജസ്റ്റ് ഒരു ഡയഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഡയഗ്രത്തിൽ നമുക്കിപ്പം അഞ്ചാമത്തെ ലെഗ് പോസിറ്റീവും നാലാമത്തെ ലെഗ് ഔട്ട്പുട്ടും മൂന്നാമത്തെ ലെഗ് എന്ന് പറയുന്നത് നെഗറ്റീവും രണ്ടാമത്തെ ലെഗ് എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഒന്നാമത്തെ ലെഗ് എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടുമാണ്. നമുക്ക് അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇതിനല്ലാതെ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ ഇപ്പം കിട്ടിയിട്ടില്ല. അങ്ങനെ സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിപ്പം കിട്ടിയ ആകെപ്പാടെ ഉള്ളൊരു എന്താ പറയുക, ഞാൻ കമ്പാരിറ്റീവ്ലി രണ്ട് പുതിയ രണ്ട് ഐസിയും പഴയ ഒരു ഇളക്കിയ ഒരു ഐസി ആയിട്ട് ഞാൻ ചെക്ക് ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസം വന്നത്, ഞാനിപ്പോൾ ബീപ്പ് റേഞ്ചിൽ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ബീപ്പ് റേഞ്ചിൽ ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ എന്താ പറയുക, വീഡിയോസ് വേറെ സംഭവങ്ങളിൽ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷെ അതിലൊന്നും എനിക്ക് അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു സംഭവം കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ മീറ്ററിൽ നോക്കിയാൽ മതി, ഞാൻ ഇപ്പോൾ ഒരു ബീപ്പ് റേഞ്ചിലിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ അതിൽ നിന്ന് ഇളക്കി ഓടിച്ച് മാറ്റിയ ഐസിയാണ്. അപ്പോൾ ഇതിൽ ഓരോ ലെഗിലും ഞാൻ വെക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു റെസിസ്റ്റൻസ് 1400 1500 സംതിങ് ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷനിൽ 1370 ഒക്കെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് സെക്കൻഡ് ലെഗിൽ. നാലാമത്തെ ലെഗിൽ മൂന്നാമത്തെ ലെഗ് എന്ന് പറയുന്നത് 5 4 മൂന്നാമത്തെ ലെഗ് എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. നമുക്ക് ആ ഇതിൽ കാണാൻ പറ്റും, നമ്മുടെ ഡയഗ്രത്തിൽ മൂന്നാമത്തെ ലെഗ് എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. സോ അതെപ്പോഴും ഓക്കെ ആയിരിക്കും. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തെ അതായത് ഇൻവെർട്ടഡ് ഇൻപുട്ട് ചെല്ലുന്നതിൽ അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. നോൺ ഇൻവെർട്ടഡ് ഇൻപുട്ടിൽ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഓക്കെ ആയിട്ടുള്ള രണ്ട് ഐസി നമ്മളിവിടെ ഉണ്ട്. നമ്മൾ മേടിച്ചുകൊണ്ട് വന്നതാണ്, അതുകൊണ്ടാണ് ഓക്കെ ആണ് എന്ന് പറയുന്നത്. ചെക്ക് ചെയ്തതും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ലെഗ് എല്ലാത്തിലും ഗ്രൗണ്ട് ചെയ്യാനാണ് വരുന്നത്. ഇത് ഒന്നാമത്തെ ലെഗ്, ഇത് രണ്ടാമത്തെ ലെഗ്, ഇത് മൂന്നാമത്തെ ലെഗ്. മൂന്നാമത്തെ ലെഗ് എപ്പോഴും ബീപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ഞാൻ ബീപ്പ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീറ്ററിൻ്റെ അടുത്തോട്ട് വെച്ച് തരാം. മൈക്ക് മീറ്ററിൻ്റെ അടുത്തോട്ട് ഞാൻ വെക്കുകയാണ്. കേക്ക് ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്നാമത്തെ ലെഗ് എപ്പോഴും ഗ്രൗണ്ട് ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ലെഗ് ഗ്രൗണ്ട് ആയിരിക്കും. ബീപ്പ് നിങ്ങൾക്ക് കേട്ടല്ലോ. അപ്പം നമുക്ക് ഓരോ ലെഗായിട്ട് ചെക്ക് ചെയ്യാം. ലെഗിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും പോയിന്റുകളും കാര്യങ്ങളൊന്നും വലുതായിട്ട് വേറെ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, 1 എന്നുള്ള രീതിയിൽ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഉണ്ടോ, 1 എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അത് മൂന്നാമത്തെ ലെഗ് ഗ്രൗണ്ട്. നാലാമത്തെ ലെഗിലും 1 നിൽക്കുകയാണ്. ഒന്നാമത്തെ ലെഗ് രണ്ടാമത്തെ ലെഗ് സെയിം ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഇതും കാണിക്കുന്നില്ല. മറ്റേതിൽ നമുക്ക് കുറേ റെസിസ്റ്റൻസ് ആയിട്ട് കുറേ കാണിക്കുന്നുണ്ട്. 1000 മുകളിലോട്ട് 1500 മുകളിലോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് വീണ്ടും നമ്മൾ അഞ്ചാമത്തെ ലെഗ്
നാലാമത്തെ ലെഗ് എല്ലാത്തിലും ഒന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഗ്രൗണ്ട് ബീപ്പ് കേൾക്കുന്നുണ്ട്, നേരത്തെ ഞാൻ കേൾപ്പിച്ചു. രണ്ടാമത്തെ ലെഗ് ഒന്നും കാണിക്കുന്നില്ല. മൂന്നാമത്തെ ലെഗ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയൊരു വ്യത്യാസം അതാണ്. പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അറിയാലോ, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ലേണിംഗ് ആണ്. എനിക്ക് എന്താ പറയുക, കണ്ടിട്ട് എനിക്കങ്ങനെ വേറെ ചെക്ക് ചെയ്യാനായിട്ടൊന്നും വേറെ രീതിക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പുതിയ ഐ സിയും പഴയ നമ്മൾ കംപ്ലൈൻറ്റ് ഐ സിയും തമ്മിൽ ഇതാണ് വ്യത്യാസം ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഇത് മാറ്റിയിട്ട് ആ ബോർഡ് വർക്കിംഗ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബോർഡ് കുറച്ച് ക്ലീനൊക്കെ ചെയ്ത് മണ്ണെണ്ണയിട്ട് ക്ലീൻ ചെയ്തതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഉണങ്ങി കിട്ടത്തില്ല മണ്ണെണ്ണയിട്ടാണെന്നുണ്ടെങ്കിൽ. പിന്നെ ചെറിയൊരു ജലാംശം മണ്ണെണ്ണയിലുള്ളതുകൊണ്ട്, കെറോസിനിൽ ചെറിയൊരു ജലാംശം ഉള്ളതുകൊണ്ട് നമ്മുടെ അകത്തൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ജമ്പർ പോലത്തെ മെറ്റീരിയൽസ് ഇല്ലേ, ആ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തുരുമ്പെടുക്കാൻ വേണ്ടിയിട്ട് ചാൻസസ് കൂടുതലാണ് നമ്മൾ മണ്ണെണ്ണയിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ. എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മണ്ണെണ്ണയിട്ട് ക്ലീൻ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ബോർഡ്. നമുക്കിനി ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ നേരത്തെ എന്താ പറയുക, ബോഡിയിൽ നിന്ന് ഐ സിയൊക്കെ ഇളക്കിയെടുത്ത ടൈമിൽ ഈ കപ്പാസിറ്ററൊക്കെ ഇളക്കി പോയായിരുന്നു. അപ്പോൾ ഈ കപ്പാസിറ്റർ നമുക്കിതിൽ തിരിച്ച് ഫിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ പുതിയ 2 ഐ സി നമുക്കിതിൽ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടൈം ലാപ്സ് ആയിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൽ സംഭവങ്ങളൊക്കെ ഒട്ടിച്ച് ഉറക്കിയൊക്കെ എടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഐ സി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് എന്താ പറയുക, എന്താ ഈ ഐ സിയുടെ ആ ഒരു പോർഷനിലോട്ട് നമ്മൾ ഈ ഐ സിയുടെ ലെഗുകളെല്ലാം ആദ്യമേ തന്നെ അങ്ങോട്ട് ഇറക്കി വെക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ചെറിയ ലെഡിൻ്റെയൊക്കെ ആ ഒരു ബാക്കിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് കയറി ഇരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ ലെഡിൽ നിന്ന്, ഈ ഹോളിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ലെഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, കുറച്ച് ലെഡും കൂടെ നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ലെഡ് ഉരുക്കി എടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. കുറച്ച് പേസ്റ്റ് നമുക്ക് ഈ ഒരു പോർഷനിലോട്ട് കുറച്ചൊരു പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ലെഡ്, അതായത് നമ്മളിപ്പോൾ എടുത്ത് വെച്ച ലെഡ് ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ അമക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ പുതിയ ലെഡിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ജസ്റ്റ് അത് പറ്റി പിടിക്കും. എന്നിട്ട് അതിൽ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുക. സോൾഡറിങ് ആണൊന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ റബ്ബ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഹോള് തിരിച്ച് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഇതൊക്കെ വെച്ച് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പമ്പ് വെച്ചിട്ടൊക്കെ റിമൂവ് ചെയ്യാം. പിന്നെ ഇതൊന്നും അത്ര വലിയ സർക്യൂട്ടും കാര്യങ്ങളൊന്നും അല്ലല്ലോ. സോ നമുക്കിതിൽ അത്ര വലിയ എക്യുപ്മെൻസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലെയിൻ ഷീൽഡ് ഉണ്ടല്ലോ, നമ്മുടെ പ്ലെയിൻ ഷീൽഡ് എന്നാണോ പറയുന്നത്, നമ്മുടെ കോപ്പർ ഡീസോൾട്ടറേഷൻ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് വിപണിയിൽ കിട്ടും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ അവൈലബിലിറ്റി പോലെയൊക്കെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്കിപ്പോൾ എന്താ പറയുക, അങ്ങനെ പുറത്തൊന്നും പോയി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഡീസോൾട്ടറിങ് ചെയ്തെടുക്കാം. പിന്നെ ഈ ലെഡും കാര്യങ്ങളും ഇതിൽ ഫിക്സ് ചെയ്യുക. ഐ സിയുടെ ലെഗ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് ആദ്യമേ തന്നെ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. രണ്ട് ലെഗും ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിനിപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സംഭവം എൻ്റെ കയ്യിലില്ല. അതായത് ഇതിൻ്റെ യഥാർത്ഥ ഹീറ്റ് സിങ്ക് എൻ്റെ കയ്യിലില്ല. സോ ഞാൻ ഈ ഒരു ചെറിയൊരു ഹീറ്റ് സിങ്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മളിത് വലിയ ഓവർ ഹീറ്റ് ആവുന്ന ഐറ്റംസ് ഒന്നുമല്ല. നമ്മൾ ചെറിയൊരു 12 വോൾട്ടിൻ്റെ ഒരു 5 ആമ്പയർ വേണമെന്നില്ല, ഒരു 3 ആമ്പയർ വരെയൊക്കെ കൊടുത്താൽ മതി. പിന്നെ 5 ആമ്പയർ വരെയൊക്കെ കൊടുക്കാം, വലിയ കുഴപ്പമില്ലാതെയൊക്കെ വർക്ക് ചെയ്യും. ഞാൻ ഇതിൽ 5 ആമ്പയർ ട്രാൻസ്ഫോമർ സ്റ്റീരിയോ ചാനലായിട്ടാണ് കൊടുത്തിരുന്നത്. സ്റ്റീരിയോ ഇത് വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രണ്ട് ഇതേപോലത്തെ 2 ബോർഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു 5 വോൾട്ട് ഇതിൽ,
അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഹോം തിയേറ്ററിൻ്റെ ബോർഡിലാണ്. സോ അതിലിപ്പം നമ്മുടെ ഒരു ചെറിയൊരു 5.1 മോഡ്യൂൾ അതിലുണ്ട്. സോ അതിൻ്റെ ആവശ്യം വരത്തില്ല. നമ്മളതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 5 ആമ്പയർ കൊടുത്താലൊന്നും വേറെ പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് നോക്കണം. ഇതിലിപ്പോൾ നമുക്ക് ഡ്രില്ലറും കാര്യങ്ങളൊന്നും നമുക്കിതിൽ എൻ്റെ കയ്യിലില്ല. സോ നമുക്കിതിൽ IC എങ്ങനെയാണ് വയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലിപ്പോൾ എനിക്ക് ഒരു IC വയ്ക്കാനുള്ളൊരു സ്ലോട്ട് ഇവിടെ ഹോൾഡ് ചെയ്താലും കിട്ടും. ഇനി അടുത്ത ICയും കൂടെ നമുക്ക് ഇതിലൊന്ന് ഫിക്സ് ചെയ്തിട്ട് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും നോക്കാം. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ IC ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടിത് കണക്ട് ചെയ്തെടുക്കാം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ഒരു കുറച്ചൊക്കെ വയർ നമുക്ക് വെച്ചിട്ട് നമുക്ക് IC സെപ്പറേറ്റ് ആക്കി വെച്ച് കണക്ട് ചെയ്തെടുക്കാം. ഇത് നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഷോർട്ടൊന്നും ആവാത്ത രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ രണ്ട് IC നമ്മളിതിൽ ഫിക്സ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഹോൾഡറിൽ, അതായത് ഇതിൻ്റെ ഹോൾഡറിൽ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഈ ഇതിലായിട്ട് നമുക്ക് ജസ്റ്റ് ചെറിയ IC ഒന്ന് ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിലായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേണ്ട, ഈ ഇതിലായിട്ട് നമുക്ക് IC ഒന്ന് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വെക്കാൻ പറ്റും. സോ നമുക്ക് ഇതിൽ തന്നെ ഫിക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമ്മൾ വയറിട്ട് സെപ്പറേറ്റ് ഇട്ട് കണക്ട് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചൊന്ന് ചരിഞ്ഞിരിക്കുമെന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളൊരു ഫാനൊക്കെ ഡിവൈസിൽ നമ്മൾ ആ ഒരു മോഡ്യൂളിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കങ്ങനെ വലിയതായിട്ടുള്ളൊരു ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരത്തില്ല. നമുക്ക് ഇങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇത് ഇവിടെ ആണെങ്കിലും ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പം അതൊന്ന് ഫിക്സ് ചെയ്തൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്താ പറയുക, വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നോളൂ. നമുക്ക് ആദ്യം ഞാൻ ഈ IC ഇപ്പം നമ്മൾ ഒട്ടിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളിതിങ്ങനെ ചരിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് ഷോർട്ട് ആവാൻ ചാൻസസ് ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തെർമൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വഴി ആഡ് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് എങ്ങനെയാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഹീറ്റ് സിങ്കിൽ വെച്ചതിന് ശേഷം നമ്മൾ ഡ്രില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നീറ്റായിട്ട് ക്ലീനായിട്ടും ഉദ്ദേശിക്കുന്നിടത്ത് ഹോളും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഞാൻ ഇതിലിപ്പോൾ ഇടയ്ക്കൊരു ചെറിയൊരു പോളിസ്റ്റർ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ. അതൊക്കെ വെക്കണം. കാരണം ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു കാർഡ്ബോർഡല്ല, ഒരു അത്യാവശ്യം സൈസുള്ളൊരു തടി പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ കണ്ടക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഇത് ഷോർട്ട് ആവത്തില്ല. എന്നിരുന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ അകത്ത് ആ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഫാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ IC എന്നുള്ള പ്രോപ്പറായിട്ട് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളത് ഈ ഒരു രീതിക്കാണ് ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. ചെറിയ ചരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് ഡ്രില്ലറും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മളിൽ എക്സ്ട്രാ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളിതിലൊരു ഫാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ധാരാളം നമ്മളിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ നേരത്തെ ഒരു കപ്പാസിറ്റർ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഒരു കപ്പാസിറ്റർ ഇളകി വന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ബോർഡ് വർക്കിംഗ് ആണോ ഇല്ലോ എന്നുള്ളത് ഒരു 12 വോൾട്ട് DC ഔട്ട്പുട്ടുള്ളൊരു ചാർജിങ് അഡാപ്റ്ററിൽ ജസ്റ്റ് ചെറിയൊരു സ്പീക്കർ ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻപുട്ട് ചെക്ക് ചെയ്ത് ഈ ബോർഡ് വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഐ ബട്ടണിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ എന്താ പറയുക,
നമുക്ക് ഈ ബോർഡ് ജസ്റ്റ് ഈ കപ്പാസിറ്ററും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ബോർഡ് വർക്കിംഗ് ആണോ ഇല്ലെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ കപ്പാസിറ്ററും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തെർമൽ പേസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ തെർമൽ പേസ്റ്റ് ചെയ്തിട്ട് മറ്റേ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് മുറുക്കിയെടുക്കണം. മുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ തെർമൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ പറയുക, വലിയ ക്വാണ്ടിറ്റിക്കൊന്നും ആഡ് ചെയ്യേണ്ട, ചെറിയൊരു IC ആണല്ലോ 2 എണ്ണം. സോ നമുക്ക് രണ്ടിനും തെർമൽ പേസ്റ്റ് ആഡ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് തെർമൽ പേസ്റ്റ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ CPUക്കും കാര്യങ്ങൾക്കൊന്നും ഈ തെർമൽ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അതിന് മറ്റേ നമ്മുടെ ആഷ് കളർ തെർമൽ പേസ്റ്റ് തന്നെ ഉപയോഗിക്കണം. അത് മാത്രമേ ലോങ് ലാസ്റ്റിംഗ് ചെയ്യത്തുള്ളൂ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ ടൈറ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുകയും ചെയ്യും. തെർമൽ കറക്റ്റായിട്ട് ഹീറ്റ് നമ്മുടെ ഈ തെർമൽ ഷീറ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പേസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ പേസ്റ്റ് നമുക്ക് വലിയ ക്വാണ്ടിറ്റിക്കൊന്നും ആഡ് ചെയ്യേണ്ട. നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് അതേപോലെ ഇപ്പോൾ എന്താ പറയുക ചെറിയ അതേപോലെ സ്ക്രൂ ഡ്രൈവറോ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. ജസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ രണ്ട് ICകളുടെയും ജസ്റ്റ് ഒന്ന് പിറകിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു ഡ്രോപ്പ് മതി. അതിന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇതാണ് നമ്മുടെ പോളിസ്റ്റർ ഷീറ്റ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒരു ഷീറ്റിനെ ഇത് സെപ്പറേറ്റ് വേറൊരു രീതിയിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. നമുക്ക് ഈ ഷീറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം, നമുക്ക് ഈ ഷീറ്റ് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഷീറ്റ് കുറച്ച് പഴകിയതുകൊണ്ട് നമ്മൾ ഈ തെർമൽ ഷീറ്റായിട്ട് ഇതൊരു തെർമൽ ഷീറ്റ് തന്നെയാണ്. ഇതിൽ നമ്മൾ എക്സ്ട്രാ തെർമൽ പേസ്റ്റ് ആഡ് ചെയ്തില്ലെങ്കിലും ഈ ജസ്റ്റ് ഷീറ്റ് മാത്രം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു ഷീറ്റ് ഇതിൻ്റെ മുകളിൽ ഈ ഹോള് കറക്റ്റാക്കിയിട്ട്, അതായത് നമ്മുടെ വയ്ക്കാൻ പോകുന്ന ആ ഒരു ഹോള് കറക്റ്റാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒട്ടിയിരുന്നോളും. നമ്മൾ അടുത്ത ICയുടെ മുകളിലും നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു തെർമൽ പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് എല്ലായിടത്തും ഒന്ന് ആവും. ഇപ്പോൾ ഈ ഷീറ്റ് വെക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ തെർമൽ പേസ്റ്റിൻ്റെ ആവശ്യം ഇല്ല. എന്നാലും ഈ ഷീറ്റൊന്ന് എന്താ പറയുക കുറച്ചൊന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുക. തെർമൽ പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. നമ്മളൊരു ചെറിയൊരു ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ, നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യമേ വരുന്നുള്ളൂ. ഇതിൽ ജസ്റ്റ് ഞാൻ നേരത്തെ വെച്ചിരുന്ന ഈ ICയുടെ മുകളിൽ വെച്ചിരുന്ന സെയിം ഈ ഷീറ്റ് നമുക്കിപ്പോൾ കുറച്ച് പഴകിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ ഷീറ്റ് വേണ്ട. നമുക്ക് ഈ തെർമൽ ഷീറ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ പിറകിലായിട്ട് ആഡ് ചെയ്യാം. ഈ തെർമൽ ഷീറ്റിനെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, തെർമൽ ഷീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി എങ്ങനെയാണ് ഇത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിക്ക് ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഈ ബോർഡൊന്ന് വയ്ക്കുക. വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റർ ഉണ്ട്. നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക് ഇൻസുലേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഈ IC മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെയൊക്കെ കിട്ടുന്നത് തന്നെയാണ്. ഈ ഇൻസുലേറ്ററും ഇതിൻ്റെ പിറകിലുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് IC മേടിക്കുന്നിടത്ത് തന്നെ കിട്ടും. മേടിക്കണം, സെപ്പറേറ്റ് പൈസ കൊടുക്കണം, പക്ഷേ അവിടെ തന്നെ കിട്ടും. ഇത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് മുകളിൽ വയ്ക്കുക. നമ്മൾ നല്ല ടൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഇതിൻ്റെ പിറകിലായിട്ട് നമുക്ക് കുറച്ച് തെർമൽ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത്
ഉപയോഗം ഉണ്ട്, കുറച്ച് കൂടുതൽ തെർമൽ ഹീറ്റ് അങ്ങോട്ട് എന്തെങ്കിലും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇത് ഉപയോഗമുണ്ട്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിലിപ്പം ഈ സംഭവം കുറേ ഉണ്ടല്ലോ, അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മെറ്റൽ ഷീറ്റിലൊക്കെ ആംപ്ലിഫയറിൻ്റെ ക്യാബിനിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യണം. ബാക്കിലുള്ള ആ ഒരു നമ്മൾ ഇതുമായിട്ട് ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഗ്രൗണ്ടും ഈ ഇതായിട്ട് ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ആ സംഭവം നല്ല രീതിയിൽ ഫിക്സ് ചെയ്തിരിക്കണം. അപ്പം നമുക്കതിൻ്റെ അങ്ങനെ വലിയതായിട്ടുള്ള ആ ഒരു എന്താ പറയുക, വലുതായിട്ടല്ല, നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സംഭവം ഒരു മെറ്റൽ ക്യാബിൻ അല്ലാത്തതുകൊണ്ട് നമുക്കതങ്ങനെ വലിയ പ്രോബ്ലം ആയിട്ടൊന്നും വരത്തില്ല. സോ നമുക്കത് വലിയൊരു പ്രോബ്ലമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതായത് നല്ല രീതിയിൽ നമ്മൾ ഈ സ്ക്രൂ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐസി മാത്രമായിട്ട് ഓവർ ഹീറ്റ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഐസി പെട്ടെന്ന് അടിച്ചു പോകും. വലിയ സമയമൊന്നും കിട്ടത്തില്ല, നമ്മുടെ കൊടുക്കുന്ന ലോഡ് പോലെ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് അടിച്ചു പോകും. അപ്പോൾ ഇനി എന്തായിരുന്നാലും ഞാൻ നല്ല രീതിയിലൊന്ന് ടൈറ്റൊക്കെ ചെയ്തതിന് ശേഷം ഇത് ചെക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പം ഇതിൽ തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോർഡൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഈ ബോർഡ് കറക്റ്റ് നമ്മളൊരു 12 വോൾട്ട് 1 ആമ്പർ അഡാപ്റ്ററാണ് എടുത്തിട്ടുള്ളത്. തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിൽ നമ്മളിപ്പം ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഗ്രൗണ്ട് കൊടുക്കുന്നില്ല, അപ്പോൾ ചെറിയൊരു ഹമ്മിങ് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്കിത് ബോർഡ് വർക്കിംഗ് ആണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോസിറ്റീവിലും നെഗറ്റീവിലായിട്ട് പവർ കൊടുത്ത് സ്പീക്കർ ലൈനിലായിട്ട് നമുക്ക് ഒരു സ്പീക്കർ ലൈനും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ എന്താ പറയുക, ആ ഒരു ബോർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇൻപുട്ടാണ്. ഇത് ഇൻപുട്ടാണ്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈവച്ച് നോക്കുമ്പോഴത്തേക്കും സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാം. പിന്നെ ഐ സി ഓവർ ഹീറ്റ് ആണോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. വർക്കിംഗ് അല്ല, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സോൾവ് ചെയ്യും. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ എന്തായിരുന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, നമ്മൾ ഈ വയറൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ആ വയർ ഇടുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ 2 ലൈനൊന്ന് സ്പീക്കറിൽ ഓപ്ഷനിൽ കൊടുത്തിട്ട് സ്പീക്കർ ഔട്ട്പുട്ടിൽ കൊടുത്തിട്ട് നമുക്ക് സ്പീക്കർ ഔട്ട്പുട്ട്, അതായത് ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സ്പീക്കർ ഔട്ട്പുട്ടിൽ നമ്മൾ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഇതിന് ഔട്ട്പുട്ട് വരുന്നുണ്ടോ, ഈ ബോർഡ് വർക്കിംഗ് ആണോ ഇല്ലെന്നൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത് നമ്മൾ ബാക്കി എല്ലാ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് 6 വോൾട്ടിൻ്റെ ഞാൻ 4 ഇഞ്ചോ 5 ഇഞ്ചിൻ്റെ സ്പീക്കർ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതാണ് നമ്മളിപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ബോർഡ് ഓണാക്കി നോക്കാം, വർക്ക് ചെയ്യുമോ എന്തായിരുന്നാലും. ഇപ്പോൾ വീഡിയോയിലുണ്ട്, നോക്കാം. ഓക്കെ, ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ബോർഡ് ഹീറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ബോർഡല്ല ഐസി ഹീറ്റ് ആവുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബോർഡ് വർക്കിംഗ് ആണ് ഗൈസ്, കണ്ടല്ലോ, ബോർഡ് വർക്കിംഗ് ആണ്. കുറച്ചും കൂടെ എന്താ പറയുക, കാണിച്ചു തരാം. ഉണ്ടല്ലോ, ബോർഡ് വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. ഓഫായാ,
ഓക്കെ, ബോർഡ് വർക്കിംഗ് ആണ് ഗൈസ്. ബോർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിന്ന് ഇതിൽ ബോർഡിൻ്റെ കംപ്ലീറ്റ് റെഡിയാണ്. ഈ ബോർഡ് നമുക്ക് റെഡി ടു യൂസ് ആണ്. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ പറയുക, ബെൽ ബട്ടൺ അമർത്തി വെച്ചേക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു സക്സസ്ഫുൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെന്താ പറയുക, ഇതൊരു പുതിയൊരു ചാനലാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, നല്ല രീതിയിൽ നമുക്കൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കൊണ്ടുവരുന്നതാണ്. ഇതേപോലെ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള കുറേ സംഭവങ്ങൾ എൻ്റെ ഇവിടെ എന്താ പറയുക, ആക്രി ഐറ്റംസ് പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് എൻ്റെ റൂമിൽ. അപ്പോൾ നമുക്ക് ഹോം ടൂറും കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യുന്നില്ല, കാരണം ഇപ്പം അത്രയ്ക്ക് ശോചനീയ അവസ്ഥയിലാണ്. സോ നമുക്ക് അതൊന്നും ഇപ്പം ചെയ്യുന്നില്ല. പിന്നെ നമ്മളൊരു 200 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുന്ന ടൈമിൽ നമ്മൾ ഒരു 250 റേഞ്ച്, ആ റേഞ്ചൊക്കെ വരത്തുള്ളൂ. ഇതിനൊരു റേറ്റ് വരുന്നത്, ആ റേഞ്ച് ഒരു 250 റേറ്റൊക്കെ വരത്തുള്ളൂ. പിന്നെ ഇതിന് നല്ല പഴക്കമുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഗീവ് അവേ തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു ബോർഡിന്, ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, അവിടെ പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റി സംഭവങ്ങളൊക്കെ ഞാൻ തൂത്തുപറക്കൊക്കെ എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയൊരു ബോർഡാണിത്. ഇത് സ്പാരാട്ടോണിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു പഴക്കമുള്ളൊരു ബോർഡാണ് ഗൈസ് ഇത്. ഈ ബോർഡ് നല്ല ക്ലിയർ, നല്ലൊരു നീറ്റ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. വേറെ പ്രിന്റും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല. 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് ബാസ്റ്റബിൾ ബോർഡാണിത്. 12 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ടും നമുക്ക് സ്റ്റീരിയോ ഇൻപുട്ട് ഔട്ട്പുട്ടും സബും ബാസും ട്രബിളുമായിട്ട് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാസ്റ്റബിൾ ബോർഡാണ്. നമ്മളിതൊരു 200 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മളിത് ആർക്കെങ്കിലും ഗീവ് അവേ അയച്ചു കൊടുക്കും. കൊറിയർ സർവീസോ കൊറിയറിൻ്റെ ചാർജോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അഡ്രസ്സിലോട്ട് നമ്മളിതൊരു കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ എന്താ പറയുക, വീഡിയോസ് ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഇനിയും കണ്ടുകൊണ്ടിരിക്കുക. പുതിയ വീഡിയോസ് വരുമ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും സജഷനോ റെക്കമെൻഡേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2030 IC ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാമെന്നുള്ള ഏതെങ്കിലും ടെക്നീഷ്യന്മാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. ഞാനും ഒരു ഈ ആംപ്ലിഫയർ ഫീൽഡിലൊന്നും ഞാനും അങ്ങനെ വലുതായിട്ടൊന്നും എന്താ പറയുക ചെയ്തിട്ട് കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിതൊരു ഫസ്റ്റ് ടൈം ഒരു ടെസ്റ്റ് വീഡിയോ പോലെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്കും ഹെൽപ്പായിരിക്കും, എൻ്റെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനും ഹെൽപ്ഫുള്ളായിരിക്കും. സോ എന്താ പറയുക, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.